ക്ലോറോഫോം കണ്ടുപിടിച്ച ഡോക്ടർ ജെയിംസ് വിൻസെന്റ് അടുക്കൽ ഒരു ജേർണലിസ്റ്റ് വന്ന് ചോദിച്ചു, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് യു ഹാവ് ഇൻവെന്റഡ് ക്ലോറോഫോം, താങ്കൾ ക്ലോറോഫോം കണ്ടുപിടിച്ചു എന്നുള്ള സത്യം. എന്നാൽ മറ്റ് കണ്ടുപിടുത്തങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ കാണുമായിരിക്കുമല്ലോ. താങ്കളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം എന്ത് എന്നുള്ളതെന്ന് പറയാം. ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് ട്രൂ ദാറ്റ് ഐ ഹാവ് ഇൻവെന്റഡ് ക്ലോറോഫോം. The greatest invention I ever had in my life, I have invented Jesus Christ as my personal Savior. ക്ലോറോഫോം കണ്ടുപിടിച്ചു എന്നുള്ള സത്യമാണ്. അതിനേക്കാൾ വലിയൊരു കണ്ടുപിടുത്തം എന്റെ ജീവിതത്തിലുണ്ട്. നസ്രായനായ യേശുവിനെ എന്റെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിക്കാൻ എനിക്ക് ഭാഗ്യം ലഭിച്ചു. ഇതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം. ദൈവത്തിന് സ്തോത്രം. യേശുവിനെ അറിയുവാനും അനുസരിക്കാനും അനുധാവനം ചെയ്യുവാനും ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നാം ആയിരിക്കുന്ന ഈ ലോകത്ത് അനേക ആയിരക്കണക്കിന്, ഏതാണ്ട് കൃത്യമായി കണക്ക് പറഞ്ഞാൽ 10,000-ലധികം ക്രൈസ്തവ വിഭാഗങ്ങൾ. 10,000-ലധികം. അതിൽ ഒരു വിഭാഗത്തിലാണ് നാം ഒക്കെ ഒരു കൂട്ടായ്മ ആചരിച്ചു. ശ്രദ്ധിക്കണം, ഈ 10,000-ലധികം വരുന്ന ക്രിസ്തീയ വിഭാഗങ്ങൾ ഇതൊക്കെ സൊസൈറ്റികളും സംഘടനകളും. സഭ ഒന്നേ, യേശു ക്രിസ്തു കാൽവറി ചൊരിഞ്ഞ രക്തമുഖാന്തരം വീണ്ടെടുത്ത ദൈവമക്കളുടെ കൂട്ടം. ആ സഭയുടെ പേര് യൂണിവേഴ്സൽ ചർച്ച്. എബ്രായലേഖനത്തിൽ നാം വായിക്കുന്നു, സ്വർഗത്തിൽ പേരെഴുതിയിരിക്കുന്ന ആദ്യജാതന്മാരുടെ സഭ. സഭ ഒന്നേ. അതുകൊണ്ടാണ് നാം ബൈബിളിൽ എല്ലാ ഇടങ്ങളിലും സഭയെക്കുറിച്ച് വായിക്കുമ്പോൾ പൂർണ്ണജയമല്ല, സിംഗുലർ, ബഹുവചനമല്ല, ഏകവചനമാണ്. യേശു ക്രിസ്തു പറഞ്ഞു, I will build my church. ഞാൻ എന്റെ സഭയെ പണിയും. സൊസൈറ്റികളും സംഘടനകളുമായുള്ള വിഭാഗങ്ങൾ നാം കാണുമ്പോൾ സഭ ഒന്നേയുള്ളൂ. സ്തോത്രം. ആ സഭ ക്രിസ്തു തന്റെ രക്തം കൊടുത്ത് പാപത്തിൽ നിന്ന്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങിയ വിശുദ്ധന്മാരുടെ കൂട്ടം. സഭ എന്ന വാക്കിന് ഗ്രീക്കിൽ എക്ലീഷ്യ എന്ന പദം. പലപ്പോഴും പ്രസംഗങ്ങളുടെ ഇടയിൽ ഗ്രീക്ക് പദങ്ങൾ നാം കേൾക്കാം. അതിന്റെ കാരണം നമ്മുടെ പക്കലുള്ളതായ പുതിയ നിയമം എഴുതപ്പെട്ടത് ഗ്രീക്ക് ഭാഷയിലാണ്. കൊയിനെ ഗ്രീക്ക്. ആ ഗ്രീക്ക് ഇന്ന് സംസാര ഭാഷയാണ്. സൈപ്രസിലും ഗ്രീസിലും കൊയിനെ ഗ്രീക്ക് ഇന്ന് സംസാര ഭാഷ. അവർക്ക് വേറൊരു ഗ്രീക്ക് ഭാഷയാണ് അവിടെയുള്ളത്. നമ്മുടെ ബൈബിൾ കൊയിനെ ഗ്രീക്കിൽ എഴുതി. ആ ഗ്രീക്ക് ബൈബിളിൽ സഭ എന്ന പദത്തിന്റെ അർത്ഥം എക്ലീഷ്യ. പദം എക്ലീഷ്യ. എക്ലീഷ്യ എന്ന വാക്കിന്റെ അർത്ഥം കോൾഡ് ഔട്ട് വൺസ്, വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമൻ. മിസ്രയീമിലായിരുന്ന ജനത്തെ പെസഹ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് കഴുകി ശുദ്ധീകരിച്ച് മിസ്രയീമിൽ നിന്ന് അവരെ വേർതിരിച്ച് മരുഭൂമിയിലേക്ക് നയിച്ചു. ആ സഭയുടെ പേര് പ്രവൃത്തിയുടെ പുസ്തകം 7-ാം അധ്യായത്തിൽ നാം വായിക്കുന്നു, ചർച്ച് ഇൻ ദ വിൽഡർനെസ്, മരുഭൂമിയിലെ സഭ. പഴയ നിയമ വിശുദ്ധന്മാരുടെ കൂട്ടത്തെ ആ സഭയ്ക്ക് കൊടുത്തിരിക്കുന്ന പേര് ചർച്ച് ഇൻ ദ വിൽഡർനെസ്. പുതിയ നിയമസഭ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സഭയാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ സഭയുടെ പേര് എന്ന് പറയുന്നത് കർത്താവിന്റെ സഭ. കർത്താവ് പറഞ്ഞു, ഞാൻ എന്റെ സഭയെ പണിയും. ദൈവത്തിന് സ്തോത്രം. ഒരു സഭയെയും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. എല്ലാ സഭകളിലും ഏറ്റക്കുറച്ചിലുകളും ഒക്കെയുണ്ട്, താഴ്ചകളുണ്ട്, ഉയർച്ചകളുണ്ട്. ദൈവത്തിന് ആരെ നമുക്ക് കുറ്റം പറയുന്നതായ കാര്യം. ദൈവത്തിന് സ്തോത്രം. ഒരു പ്രസ്ഥാനവും സംഘടനയും സൊസൈറ്റിയും നമ്മെ സ്വർഗത്തിൽ കൊണ്ടുപോകുകയും നാമായി ജീവിച്ചെങ്കിൽ മാത്രമേ അവിടെ എത്തിച്ചേരുവാനായിട്ട് കഴിയൂ.
നാം കൃത്യത്തിന്റെ ലേഖത്തിൽ വായിക്കുന്നു, അവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകില്ല, തീയതാകില്ല, അത് തക്കവണ്ണം പ്രാപിക്കേണ്ടത് നാമായി തന്നെ ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുൻപാകെ വെളിപ്പെടണം. നമ്മെ ആർക്കും റെക്കമെന്റ് ചെയ്യുവാനായിട്ട് കഴിയും, തുണ നിൽക്കുവാനായിട്ട് കഴിയും. നാം ഓരോരുത്തരായി സാധിച്ചെടുക്കേണ്ടതായ ഒരു ദൗത്യമാണ് നിത്യത എന്നുള്ളത്. നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുന്നതായ കൂട്ടായ്മകളാണ് ഇവിടെയുള്ളത്. ഇന്നിവിടെ വന്ന ദൈവമക്കളൊക്കെ രക്ഷിക്കപ്പെട്ടവര്, കർത്താവിന്റെ കൽപ്പന അനുസരിച്ചവര്, വേർപെട്ട് വിശുദ്ധിയിൽ ജീവിക്കുന്ന ദൈവമക്കളുടെ ഒരു കൂട്ടമാണ്. ദൈവത്തിന് സ്തോത്രം. നമുക്കൊരു വലിയ ദൗത്യമുണ്ട്. നാം ഒരുങ്ങണം. അപ്പോൾ തന്നെ അനേകരെ ഒരുങ്ങണം. നിത്യതയിൽ നാം ചെന്നെത്തണം. ദൈവത്തിന് സ്തോത്രം. നമുക്ക് അവിടെ ലഭിക്കുന്ന പ്രതിഫലം എന്നുള്ളത്, ഇവിടെ നാം ഭൗതികമായി എന്ത് നേടി എന്നുള്ളത്, ഇവിടെ നേടിയതൊക്കെ നമ്മൾ ഇവിടെ വിട്ടേക്ക് പോകേണ്ടുന്നവരാണ്. സ്തോത്രം. നമുക്ക് അവിടെ ചെല്ലുമ്പോൾ ലഭിക്കുന്നതായ പ്രതിഫലം ആത്മാക്കളെ നേടിയത് കൊണ്ടാണ്. യേശു ക്രിസ്തുവിനായി നാം ജീവിച്ചതുകൊണ്ട്, യേശു ക്രിസ്തുവിനായി നാം പ്രവർത്തിച്ചതുകൊണ്ട്, അതുകൊണ്ട് പകൽ ഉള്ളിടത്തോളം നാം പ്രവർത്തിക്കേണ്ടതാണ്. ആർക്കും പ്രവർത്തിച്ചു കൂടാത്ത രാത്രി നാം ഉണരണം. ദൈവമക്കളെ ഉണരണം. ചവറായ ശേഷിപ്പുകളെ നാം ശക്തീകരിക്കണം. കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. കർത്താവിന്റെ സഭയിൽ അതേ ശുശ്രൂഷകരെ കർത്താവാക്കി. ശുശ്രൂഷകർ, അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇങ്ങനെ 5 വിധത്തിലുള്ളതായ സുവിശേഷ വൃത്തങ്ങളുണ്ട്. എന്നാൽ എല്ലാവർക്കും യേശുവിനെ കർത്താവും രക്ഷിതാവുമായി സ്വീകരിച്ച് വേർപെട്ട ദൈവമക്കൾക്ക് എല്ലാവർക്കും ഒരു നാമമുണ്ട്. ആ നാമം എന്നുള്ളത് പുരോഹിതർ എന്ന നാമം. ഇന്ന് ഇവിടെ കടന്നു വന്ന് ദൈവമക്കൾ സ്ത്രീ പുരുഷ ഭേദമന്യേ എല്ലാവരും പുരോഹിതരാണ്. അപ്പോസ്തലനായ പത്രോസ് പീഡകൾ നിമിത്തം ചിതറിപ്പോയ വിശുദ്ധന്മാർക്ക് ലേഖനം എഴുതുമ്പോൾ അവരെ ഓർപ്പിച്ചുണർത്തുന്നത്, നിങ്ങളോ അന്ധകാരത്തിൽ നിന്നും തന്റെ അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. സ്തോത്രം. രാജകീയ പുരോഹിത വർഗം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ യേശു പ്രവാചകനായി, ഇന്ന് യേശു പുരോഹിതനായിരിക്കും, ഇനിയും യേശു രാജാവായി വരും. പ്രവാചകൻ എന്ന പേരിന്റെ അർത്ഥം ഭാരം വഹിക്കുന്ന വ്യക്തിയാണ്. ഭാരം. നമുക്കറിയാം, സ്വർലോകങ്ങളിലെ മഹത്വങ്ങളെ വെടിഞ്ഞ് യേശു ഈ ഭൂമിയിലേക്ക് വന്നു. മാനവജാതിയുടെ, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങളെ യേശു തന്റെ ശരീരത്തിൽ വഹിച്ചു. കാൽവറി ക്രൂശിന്മേൽ കയറി. സ്തോത്രം. അതേ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി. സ്തോത്രം. 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40 നാൾ ശിഷ്യർക്ക് പ്രത്യക്ഷനായി സ്വർഗാരോഹണം ചെയ്തു. സ്തോത്രം. ഇപ്പോൾ യേശു ക്രിസ്തു പിതാവിന്റെ വലത്തുഭാഗെ നമുക്ക് വേണ്ടി പൗരോഹിത്യ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുക. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് കർത്താവ് വരും. മടങ്ങി വരുന്നത് കാന്തനായില്ല, തന്റെ സഭയെ സ്വീകരിപ്പാൻ, സഭയെ ചേർത്തുകൊണ്ട് മധ്യാകാശത്തിൽ സഭയെ ചേർത്തുകൊണ്ടതിന് ശേഷം 7 സംവത്സരം ഈ ഭൂമിയിൽ മഹോപദ്രവകാലം സംഭവിക്കും. മഹോപദ്രവകാലത്തെ കുറിച്ചുള്ള വിശദീകരണം വെളിപ്പാട് പുസ്തകം 6 മുതൽ 18 വരെ അധ്യായങ്ങൾ നമ്മൾ വായിക്കുന്നു. അതിനുശേഷം 19 മുതലുള്ള അധ്യായത്തിൽ നാം വായിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തു തന്റെ വിശുദ്ധ സഭയുമായി ഈ ഭൂമിയിലേക്ക് രാജാവായി വരും. 1000 ആണ്ട് ഇവിടെ വാഴും. 1000 സംവത്സരം കർത്താവിന്റെ സഭയും ഈ ഭൂമിയിൽ വാഴും. ദൈവത്തിന് സ്തോത്രം. ഒരിക്കൽ പത്രോസ് യേശുവിനോട് ചോദിച്ചു, സകലവും വിട്ട് ഞങ്ങൾ നിന്നെ അനുഗമിപ്പാൻ പുറപ്പെട്ടു, ഞങ്ങൾക്ക് എന്ത് ലഭിക്കും? ദൈവത്തിന് സ്തോത്രം. കർത്താവ് ചുരുക്കത്തിൽ പറഞ്ഞു, നിങ്ങൾ ഈ ഭൂമിയെ വാഴും. ദൈവത്തിന് സ്തോത്രം. പ്രവാചകരായി, പുരോഹിതരായി ഈ ഭൂമിയിൽ ജീവിക്കുന്ന നാം ഓരോരുത്തരും ഇനി വാഴുവാൻ ദൈവം നമ്മെ ഒരുക്കുന്നതായ കാലം മുൻപിലുണ്ട്. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു പ്രവാചകനായിരുന്നു, ഇന്ന് പുരോഹിതനായി യേശു ആയിരിക്കുന്നു. പുരോഹിതൻ എന്താണ്? പുരോഹിതൻ എന്ന വാക്കിന്റെ അർത്ഥം. നാം ഈ തലമുറയിൽ പുരോഹിതൻ എന്ന വാക്കിന്
ലത്തീൻ ഭാഷയിൽ പൊന്റിഫ് എന്ന പദമാണ്. പൊന്റിഫ് എന്ന വാക്കിന് ബ്രിഡ്ജ് ബിൽഡർ, പാലം പണിയുന്നവൻ എന്നർത്ഥമാണ്. പൊന്തിഫ്, ബ്രിഡ്ജ് ബിൽഡർ. യേശു ക്രിസ്തു ഒരു പുരോഹിതനായിട്ടായിരുന്നു ഈ ഭൂമിയിലേക്ക്. പുരോഹിതനായി പാലം പണിയുന്നത്. എവിടെയാണ് ഒരു പാലം ആവശ്യമായിരിക്കുന്നത്? അക്കരയും ഇക്കരയും അവിടെ ഒരു ഉൾക്കടൽ രൂപം കൊണ്ട് ഇക്കരയുള്ളവർക്ക് അക്കരെ പോകുവാനും അക്കരയുള്ളവർക്ക് ഇക്കരെ വരുവാനും കഴിയാത്തതായ ഒരു സാഹചര്യം. അവിടെ ഒരു പാലം ആവശ്യമാണ്. ഏതൻ പറുദീസയിൽ മനുഷ്യൻ പാപം ചെയ്ത് ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു പോയപ്പോൾ, പാപം നിമിത്തം അന്യപ്പെട്ടു പോയതായ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവരുവാൻ ഒരു പാലം പണിക്കാരനായി യേശു സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് വന്നു. അതുകൊണ്ടാണ് എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, അതുകൊണ്ട് നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ സൂക്ഷിച്ചുകൊള്ളുകയും. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു അപ്പോസ്തലനും മഹാപുരോഹിതനുമായിരുന്നു. അപ്പോസ്തലൻ എന്ന വാക്കിന്റെ അർത്ഥം അയക്കപ്പെട്ട, ദൈവത്താൽ അയക്കപ്പെട്ട പുരോഹിതനായിരുന്നു യേശു. ദൈവത്താൽ അയക്കപ്പെട്ടതായ അപ്പോസ്തലനായിരുന്നു യേശു. പാലം പണിതു. ദൈവത്തിന് സ്തോത്രം. ഈ പാലം എന്തായിരുന്നു? നമുക്കൊക്കെ ഉൽപ്പത്തി പുസ്തകത്തിലെ അതേ യാക്കോബ് കണ്ട ദർശനത്തെ കുറിച്ചറിയാം. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു കോവയിൽ ദൂതന്മാർ കയറി ഇറങ്ങുന്നു. സ്തോത്രം. സ്വർഗത്തെയും ഭൂമിയെയും തമ്മിൽ ബന്ധിപ്പിച്ചതായ ഒരു കോവേണിയായിരുന്നു യേശു ക്രിസ്തു. ഒരു പാലമായിരുന്നു യേശു ക്രിസ്തു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മാനവരാശിയോട്, നമ്മുടെ ഓരോരുത്തരുടെയും പാപങ്ങൾക്ക് വേണ്ടി കാൽവറി ക്രൂശിൽ അതേ യാഗമായി തീർന്നപ്പോൾ യേശുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിച്ചു. സ്തോത്രം. യേശുവിന്റെ രക്തത്താൽ നമുക്ക് പാപമോചനം ലഭിച്ചു. യോഹന്നാൻ 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ പാപമോചനം ലഭിച്ചതുകൊണ്ട് ദൈവമായി നമുക്കൊരു കൂട്ടായ്മ സാധ്യമായിരിക്കുന്നു. ഒരു കാലത്ത് ദൈവത്തിങ്കിൽ നിന്ന് അന്യപ്പെട്ടു പോയ, അകന്നുപോയ മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് നിരപ്പിക്കുവാൻ അതേ ദൈവത്തിന്റെ പുത്രനായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നു. ഒരു പാലം പണിക്കാരനായി വന്നു, മഹാപുരോഹിതനായി വന്നു. അന്യപ്പെട്ടു പോയ നമ്മെ ദൈവത്തിങ്കിലേക്ക് കൊണ്ടുവന്നു. അതുകൊണ്ടാണ് തിമോഥെയോസിന്റെ ലേഖനത്തിൽ പൗലോസ് എഴുതിയിരിക്കുന്നത്, ദൈവത്തിനും മനുഷ്യർക്കും മധ്യേ ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. ഏക മധ്യസ്ഥൻ യേശു ക്രിസ്തു. സ്തോത്രം. ഇന്ന് ഒരു മധ്യസ്ഥന്റെ അടുക്കൽ നമുക്ക് പോകേണ്ടുന്ന കാര്യമില്ല. ഒരു പുണ്യസ്ഥലവും സന്ദർശിക്കേണ്ടുന്ന കാര്യമില്ല. ഒരു പ്രാർത്ഥന കുറിപ്പ് എഴുതിക്കൊണ്ടൊരു കുരിശുകൂട്ടിലിടേണ്ട കാര്യമില്ല. ഏത് നേരത്തും നാം ആയിരിക്കുന്നതായ നമ്മുടെ സ്ഥലത്ത്, നമ്മുടെ ഭവനത്തിന്റെ അതേ അകത്തളങ്ങളിൽ, നമ്മുടെ മുറിക്കുള്ളിൽ, അടയ്ക്കപ്പെട്ട മുറിക്കുള്ളിൽ മുട്ടുകുത്തി കണ്ണുനീരോട് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ യെരൂശലേമിൽ അടയ്ക്കപ്പെട്ട മുറിയിൽ കടന്നുചെന്ന യേശുവിന്റെ സാന്നിധ്യം, സർവ്വവ്യാപിയായ കർത്താവ് നമ്മുടെ അടുക്കലും കടന്നു വന്ന് സ്വത്രം നമ്മെ സഹായിക്കുവാൻ, നമ്മെ രക്ഷിക്കുവാൻ, നമ്മെ വിടിവിക്കുവാൻ, സൗഖ്യമാക്കുവാൻ ഇന്നും യേശുവിന്റെ കഴിയും. ആ ദൗത്യമാണ് കർത്താവ് നമ്മെ ഫരമേൽപ്പിച്ചിരിക്കുന്നത്. പൗലോസ് ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, ആ നിരപ്പിന്റെ ശുശ്രൂഷ ദൈവം ഞങ്ങളെയും ഫരമേൽപ്പിച്ചിരിക്കുന്നു. എങ്ങനെയാണ് നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് പറയുന്നത്? ദൈവത്തിന് സ്തോത്രം. നിരപ്പിന്റെ ശുശ്രൂഷ എന്ന് നാം അവിടെ വായിക്കുന്നത് സ്തോത്രം. സാധാരണ പള്ളികളിലും സഭകളിലൊക്കെ കാണുന്ന കമ്മിറ്റികളിലെ ലഹളകളുടെ ഒക്കെ നിരപ്പല്ല ഞാൻ പറയുന്നത്. നിരപ്പെന്ന് പറയുന്നത് പാപത്തിൽ മരിച്ചുപോയ മനുഷ്യനെ, പാപിയായ മനുഷ്യനെ ദൈവത്തോട് നിരപ്പിക്കുന്ന ശുശ്രൂഷയാണ് ദൈവം നമ്മയും ഏൽപ്പിച്ചിരിക്കുന്നത്. പുരോഹിതനാണ്. ഇന്ന് ഇവിടെ കടന്നു വന്ന ദൈവമക്കൾ ഓർക്കണം, നാം ദൈവത്തിന്റെ പുരോഹിതനാണ്. വി ആർ പ്രീസ്റ്റ് അൺടു ദ ലോർഡ്. നാം കർത്താവിന്റെ പുരോഹിതനാണ് നാം ഓരോരുത്തരും. ദൈവത്തിന് സ്തോത്രം. അപ്പോൾ നമ്മുടെ ദൗത്യം, നമ്മുടെ ഉത്തരവാദിത്വം നമ്മൾ മനസ്സിലാക്കി ഈ നാൾക്ക് മുന്നേറേണ്ടതായ ഒരു കാലഘട്ടമാണ്. സ്തോത്രം. നാം ഇന്നായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാൽ. പൗലോസ് എഴുതിയിരിക്കുന്നത്, ഞാൻ ആകുന്നത് കൃപയാലാണ്. എന്നോടുള്ള ദൈവത്തിന്റെ കൃപ വ്യക്തമായിട്ടില്ല, ഞാനത് വ്യക്തമാക്കിയിട്ടില്ല. അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമായി, കണ്ണുനീരിന്റെ ഫലമായി, മധ്യസ്ഥതയുടെ ഫലമായി നാം ഇന്ന്
ദൈവസന്നിധിയിൽ കൃപയോടെ ജീവിക്കും. നാം ഉറങ്ങുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. നാം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകരുണ്ട്. നാം യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേക ദൈവമക്കളുണ്ട്. സ്വപ്നം അത് തിരിച്ചു നൽകുവാനും നമുക്ക് ഒരു ഉത്തരവാദിത്വമുണ്ട്. നാം ദൈവസന്നിധിയിൽ ഉണരേണ്ടുന്ന കാലഘട്ടമാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഇത്രയും ദൈവമക്കൾ ഒരുമനപ്പെട്ടി ദേശത്ത് ദൈവത്തോട് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന് വലിയ അത്ഭുതം പ്രവർത്തിപ്പാനായിട്ട് ബാബിലോണിലും 3 ബാലന്മാരെ കുറിച്ച് നാം വായിക്കുന്നു. അവരോടൊപ്പം ദാനിയേലിനെ കുറിച്ച് വായിക്കുന്നു, യെഹെസ്കേലിനെ കുറിച്ച് വായിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രാജാവ് കണ്ട സ്വപ്നം അത് വ്യാഖ്യാനിക്കുവാൻ, അതിന്റെ പൊരുൾ മനസ്സിലാക്കുവാൻ ശബരവാദികൾക്കോ മന്ത്രവാദികൾക്കോ ആഭിചാരകന്മാർക്കോ ഖണ്ഡയവിദ്യ പഠിച്ചവർക്കോ കഴിയാതിരുന്നപ്പോൾ നാം വായിക്കുന്നത് അവർ ദൈവസന്നിധിയിൽ മുട്ടുകുത്തി. അതെ, ദാനിയേൽ പറഞ്ഞു, സ്തോത്രം, ഞങ്ങൾ പ്രാർത്ഥിക്കും, ഭാവി കാലത്ത് സംഭവിക്കാനുള്ളത് ദൈവം ഞങ്ങൾക്ക് വെളിപ്പെടുത്തും. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ കടന്നു വന്നിരിക്കുന്ന ദൈവത്തിന്റെ മക്കളെ നാം നമ്മെ ദൈവത്തിനായി പരമേൽപ്പിക്കുമെങ്കിൽ ദൈവത്തിന് നമ്മെ ഉപയോഗിക്കുവാൻ കഴിയും, ശക്തമായി ഉപയോഗിക്കുവാൻ കഴിയും. ദൈവം നമ്മെ ഉപയോഗിക്കുമ്പോൾ നാം അറിയാത്ത സൗഖ്യം ദൈവം നമുക്ക് നൽകിത്തരും. ദൈവം നമുക്ക് ആരോഗ്യം നൽകിത്തരും, രോഗശാന്തി നൽകിത്തരും. നമുക്ക് മനസ്സിൽ ഉറപ്പും ധൈര്യവും പ്രത്യാശയും ദൈവം നൽകിത്തരും. നമ്മുടെ കുടുംബങ്ങളെ കുറിച്ച്, കുഞ്ഞുങ്ങളെ കുറിച്ചൊന്നും നമ്മൾ ആവലാതിപ്പെടേണ്ടുന്ന കാര്യമില്ല. തലമുറകളെ ദൈവം നമുക്ക് നൽകി തന്നുവെങ്കിൽ അവരുടെ ഭാവിക്ക് വേണ്ടിയോ ദൈവം കരുതിക്കൊള്ളും. ദൈവം വിശ്വസ്തനാണ്. നാം സേവിക്കുന്ന ദൈവം വിശ്വസ്തനാണ്. അവൻ വിളിച്ച ദൈവമെങ്കിൽ വഴിയിലേക്ക് പോകുന്ന ദൈവമല്ല, ആഗ്രഹിക്കുന്ന തുറമുഖത്ത് നമ്മെ കൊണ്ടെത്തിക്കുവാൻ നമ്മുടെ ദൈവം ശ്രദ്ധ. നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ, നാം ദൈവസന്നിധിയിൽ ആനന്ദിക്കട്ടെ, ഇന്ന് വിശ്വാസത്തിൽ ഉറക്കട്ടെ. ഇന്ന് വന്നതുപോലെയല്ല, നാം മടങ്ങി പോകുമ്പോൾ നാം ആളും മാറിയവരെ പോലെ, നമ്മുടെ സ്ഥിതിക്ക് വ്യത്യാസം വന്നതുപോലെ ഇന്ന് നാം മടങ്ങിപ്പോകണം. ഇന്ന് മുതൽ നമ്മുടെ ജീവിതത്തില് ദൈവം ഒരു പുതിയ അനുഭവം നമുക്കായി ദൈവം ഒരുക്കുന്നു. ദൈവം നമ്മെ കാക്കുന്നു. ഓരോ ദിവസവും ദൈവം നമ്മെ കാക്കുന്നു. പൗലോസ് എഴുതിയിരിക്കുന്ന വചനം, ഞാൻ ആരെ വിശ്വസിക്കുന്നു എന്ന് ഞാൻ അറിയും, അവൻ എന്റെ ഉപനിധി, അവസാനം വരെ എന്നെ കാക്കുവാൻ ശക്തനെന്ന് ഞാൻ. ദൈവം നമ്മെ കാക്കുമ്പോൾ നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന 4 കാര്യങ്ങളെ കുറിച്ച് ഓർപ്പിച്ച് ഈ സന്ദേശം ഞാൻ ഇവിടെ അവസാനിപ്പിച്ചുകൊള്ളാം. ദൈവത്തിന് സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, സ്തോത്രം, ഫിലദൽഫിയ സഭയ്ക്ക് ദൂത് എഴുതുമ്പോൾ അവിടെ നാം വായിക്കുന്നത്, നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. സ്തോത്രം. നിനക്ക് അല്പമേ ശക്തിയുള്ളൂ എങ്കിലും നീ എന്റെ വചനം കാത്തു. സ്തോത്രം. ദൈവജനം നാം കാത്തു സൂക്ഷിക്കേണ്ടുന്ന 4 കാര്യം, 4 പദങ്ങൾ ഇന്ന് ദൈവജനത്തിന്റെ ഓർമ്മയിലേക്ക് നൽകി ഈ സന്ദേശം അവസാനിക്കും. ഇന്ന് മാത്രമല്ല, എന്ന് ഓർത്തിരിക്കാൻ നമുക്ക് കഴിയും. നമ്മൾ വഴി നടക്കുമ്പോൾ, വീട്ടിലിരിക്കുമ്പോൾ പുസ്തകം തുറക്കാതെ തന്നെ ഓർത്തിരിക്കുവാൻ പര്യാപ്തമായ 4 പദങ്ങളാണ് ഞാൻ നൽകുന്നത്. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, വചനം കാത്തു. എല്ലാവരും ചേർന്ന് പറഞ്ഞാൽ വചനം കാത്തു. ദൈവത്തിന് സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിൽ വായിക്കുന്നു, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. 1-ാം വാക്യം, ഈ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവത്തിന് സ്തോത്രം. അവിടെ നാം വായിക്കുന്ന വചനം അതേ യേശു ക്രിസ്തുവാകുന്ന വചനമാണ്. യേശു ക്രിസ്തുവാകുന്ന വചനം. പഴയ നിയമകാലത്ത് 1-ാം നൂറ്റാണ്ടുകളിൽ യവനന്മാരുടെ ഇടയിൽ അവർ ദൈവത്തിന് നൽകിയിരുന്നതായ നാമമായിരുന്നു വചനം എന്നുള്ളത്. ഓ ലോഗോസ്. നമ്മുടെ ഭാരതീയ ഭാഷകളിൽ ദൈവത്തിന് ഏതാണ്ട് 100-ലധികം നാമങ്ങൾ. അതിലൊരു സംസ്കൃത നാമമാണ് ഈശ്വരൻ. ഈശ്വരൻ നമ്മുടെ ഭാരതീയ അതേ നാമത്തിൽ ഈശ്വരൻ എന്ന നാം ഭാരതീയ അതേ നാമത്തിൽ ഈശ്വരൻ എന്ന നാം സംബോധന ചെയ്യുന്നത് പോലെ അന്ന്
യവനരുടെ ഇടയിൽ ദൈവത്തിന് കൊടുത്ത നാമമായിരുന്നു ലോഗോസ്, വചനം എന്നുള്ളത്. വചനം എന്ന് നാം കേൾക്കുമ്പോൾ എഴുതപ്പെട്ട വചനവുമുണ്ട്, വിളിക്കപ്പെട്ട വചനം. വിളിക്കപ്പെട്ട വചനം സാക്ഷാൽ ദൈവമാകുന്ന നമ്മുടെ ക്രിസ്തു. എഴുതപ്പെട്ട വചനം നമ്മുടെ പക്കലുള്ളതായ വിശുദ്ധ ബൈബിളാണ്. അത് ദൈവമക്കൾ വിശേഷാൽ വേർതിരിച്ച് മനസ്സിലാക്കി. എഴുതപ്പെട്ടതായ വചനം 66 പുസ്തകങ്ങളുള്ള 1189 അധ്യായങ്ങളുള്ള 31,073 വാക്യങ്ങളുള്ളതായ പുസ്തകം, വിശുദ്ധ ബൈബിൾ എഴുതപ്പെട്ടതായ പുസ്തകം. നാം കേട്ട 66 പുസ്തകങ്ങൾ, 1189 അധ്യായങ്ങൾ, ഇതെല്ലാം ദൈവം ശ്വാസ്യമാണ്. ദൈവം ശ്വസിച്ചതാണ്, ദൈവം സംസാരിച്ച വചനങ്ങളാണ്. പഴയ നിയമത്തിൽ ഏതാണ്ട് 32 എഴുത്തുകാർ, പുതിയ നിയമത്തിലെ 8 എഴുത്തുകാർ, 40 എഴുത്തുകാരാ ഏതാണ്ട് 1600 സംവത്സരങ്ങൾ കൊണ്ട് എഴുതിയതായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഈ പുസ്തകത്തിന് റൈറ്റേഴ്സ്, സ്ക്രൈബ്സും, ആ സ്ക്രൈബ്സിന്റെ പേരാണ് 40. അവരുടെ പേരുകൾ മോശ മുതൽ അവസാനത്തെ പുസ്തകം യോഹന്നാന്റെ. ഇതിന്റെ ഗ്രന്ഥകർത്താവ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്. അതുകൊണ്ടാണ് ഒന്നാമത്തെ എഴുത്തുകാരൻ മോശ എഴുതിയ പുസ്തകം ഒടുവിലത്തെ എഴുത്തുകാരൻ 1600 വർഷം കഴിഞ്ഞിട്ടും ഒരു തിരുത്തലും ഒരു ആൾട്ടറേഷനും ഒന്നും ഈ പുസ്തകത്തിന് ആവശ്യമായി വന്നിട്ട് പരിശുദ്ധാത്മാവിനാൽ 40 പേരെ കൊണ്ട് എഴുതിപ്പിച്ചതായ പുസ്തകമാണ് വിശുദ്ധ ബൈബിൾ. ഇന്ന് നമ്മുടെ പക്കൽ ഇരിക്കുന്നത് ഇതിന്റെ കോപ്പികൾ. ഇതിന്റെ കോപ്പി എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ബൈബിൾ ഏറ്റവും അധികം പ്രിന്റ് ചെയ്യുന്നത് ചൈനയിൽ. അത് നിങ്ങൾക്കറിയാം, ചൈനയിലാണ്. ചൈന ബൈബിൾ കയ്യിലെടുക്കാനോ ബൈബിൾ വായിക്കാനോ കൂട്ടായ്മ അനുഷ്ഠിക്കാനോ ഒന്നും അവിടെ സൗകര്യമില്ല. ബൈബിൾ ഏറ്റവും അധികം അവിടെ പ്രിന്റ് ചെയ്യുമെങ്കിലും അവിടെ ഓരോ വിശ്വാസികളുടെ കയ്യിലും ഓരോ ഭാഗങ്ങളാണ് ഇത്. ഇതുപോലൊരു കൂട്ടായ്മയ്ക്ക് അവർ വരുമ്പോൾ ഭൂമിയുടെ ഏറ്റവും അടിത്തട്ടിലുള്ള ഓരോ സ്ഥലങ്ങളിലായിരിക്കും അവർ കൂടി വന്ന് ആരാധിക്കുന്നത്. പരസ്യ സ്ഥലങ്ങളിൽ അവർക്ക് ആരാധിക്കാൻ കഴിയും. വെളിപ്പാട് പുസ്തകത്തിന്റെ താളുകൾ ഒരു വിശ്വാസിക്ക് കൊടുക്കും. അവരത് വായിച്ചിട്ട് അടുത്ത ആഴ്ചയിൽ വരുമ്പോൾ എബ്രായ ലേഖനം കൊടുക്കും. ഇങ്ങനെ ഓരോ താളുകളാണ് വായിക്കും. ഒരിക്കൽ എനിക്കൊരു വീഡിയോ ക്ലിപ്പ് കിട്ടി. മുഴു ബൈബിളും ഒരു കൂട്ടായ്മയിൽ കുറച്ചു പേരുടെ പക്കൽ കിട്ടിയപ്പോൾ ആ ബൈബിൾ മാറോട് ചേർത്ത് അവൻ പൊട്ടിക്കരയുന്നത് കണ്ടു. ആ ഒരു സന്ദർഭം കാണുമ്പോൾ നമ്മുടെ കണ്ണുകൾ നിറയും. ഇന്ന് നമ്മുടെയൊക്കെ വീട്ടിൽ എത്രയോ ബൈബിളുകളാണ് ഉള്ളത്. ഒരു ബൈബിളിന്റെ പ്രതി മുഴു ബൈബിൾ അവരുടെ പക്കൽ കിട്ടിയപ്പോൾ അവരുടെ സന്തോഷം കണ്ണുനീരിൽ കൂടി അടപൊട്ടി ഒഴുകുകയായിരുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവശ്വാസീയമായ ദൈവത്തിന്റെ വചനം, എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണ്. ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും ഇത് പ്രയോജനമുള്ളതാകും. കർത്താവിന്റെ വചനം നമ്മെ ശാസിക്കും, നമ്മെ ശിക്ഷിക്കും, നമ്മെ ഗുണദോഷിക്കും, നമ്മെ നല്ല വഴികൾ നടത്തും. ഇതെന്തിനു വേണ്ടിയാണ്? നമ്മെ നിത്യതയിൽ കൊണ്ട് എത്തിക്കുവാനും. ചുളുക്കം, വാട്ടം, മാലിന്യം ഇവയൊന്നുമില്ലാത്ത ഒരു കാന്തയെ കർത്താവിന്റെ വരവേൽക്കൽ തനിക്ക് വേണ്ടി ഒരുക്കുവാൻ ഈ വചനം നമ്മെ ശുദ്ധീകരിക്കുന്നു. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. പെന്തക്കോസ്ത് നാളിൽ ഈ വചനം പ്രസംഗിച്ചപ്പോൾ കേൾവിക്കാർക്ക് എന്ത് സംഭവിച്ചെന്ന് വായിക്കുന്നത് അവരുടെ ഹൃദയത്തിൽ ബുദ്ധിമുട്ടു. അതിന്റെ കാരണം എബ്രായ 4:10 വായിക്കുന്നു, ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനെക്കാട്ടിലും മൂർച്ചയേറിയതാണ്.
ദൈവവചനം നാം കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തെ അത് സ്പർശിക്കും, തൊടും, നമ്മെ കുത്തും, വേദനിപ്പിക്കും, നമ്മെ തന്നെ ഉണർത്തും. സ്തോത്രം. നമ്മോട് ചോദിക്കും, പരിശുദ്ധാത്മാവ് നമ്മോട് ചോദിക്കും, വ്യസനത്തിനുള്ള മാർഗം എന്നിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പരിഹരിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ശാശ്വത മാർഗത്തിൽ എന്നെ കൊണ്ട് എത്തിക്കണമേ. ഇതിനു വേണ്ടിയാണ് നിത്യതയിലേക്കുള്ളതായ ഈ പ്രയാണത്തിൽ എങ്ങും നമ്മൾ തട്ടിത്തടഞ്ഞ് വീഴുവാൻ ഇടയാകരുത്. അങ്ങ് എത്തിച്ചേരണം. പ്രൈസ് ദി ലോർഡ്. നന്ദിയോടെ കർത്താവിനെ വാഴ്ത്തുന്നു. അതുകൊണ്ട് കർത്താവിന്റെ വചനം എപ്പോഴും നാം നമ്മുടെ കരങ്ങളിൽ എടുത്ത് ഈ പുസ്തകം ഇന്ന് രാവിലെ പത്രം കിട്ടിയപ്പോൾ നമ്മൾ വായിക്കുക. ഈ പുസ്തകം വായിക്കുകയല്ല, ഇത് ധ്യാനിക്കുക. ഇപ്പൊ 9-ാം സങ്കീർത്തനത്തിൽ വായിക്കുന്നത് എന്റെ ധ്യാനത്തിക്കൽ തീകത്തി. അപ്പോൾ ഞാൻ നാമെടുത്ത് ബൈബിൾ വായിക്കുകയല്ല, ബൈബിൾ ധ്യാനിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. ഏത് പുസ്തകവും നമ്മൾ വായിക്കും, പത്രങ്ങൾ വായിക്കും. ഒരാവർത്തി വായിച്ചു, രണ്ടാമത് വായിക്കുമോ, ചിലപ്പോഴൊന്ന് വായിച്ചേക്കും, പക്ഷെ പല ആവർത്തികൾ നമ്മൾ വായിക്കുന്നു. എന്ന് എപ്പോഴും വായിക്കുന്നത് ഈ ഒരേ ഒരു പുസ്തകമാണ്. ഇത് ദൈവശാസ്ത്രീയമാണ്. ഇത് ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളം കത്തിക്കൊണ്ടിരിക്കുന്നു. ഒറ്റ വാക്യത്തിൽ നിന്ന് നമ്മൾ എത്രയോ പ്രസംഗങ്ങളാണ് കേൾക്കുന്നത്. ഒരിക്കൽ കേട്ടതല്ല, ആ ഒറ്റ വചനത്തിലൂടെ പരിശുദ്ധാത്മാവ് അനേക ദൂതുകൾ നമ്മോട് സംസാരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ദൈവത്തിന്റെ വചനം ജീവനും ചൈതന്യമുള്ളതാണ്. ഇന്നും കർത്താവിന്റെ വചനം നമ്മെ ശക്തീകരിക്കുന്നു. സ്തോത്രം. വചനം പാപികളെ രക്ഷിക്കുന്നു. വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കുന്നു. ദൈവത്തിന് സ്തോത്രം. വചനം അയച്ച് രോഗികളെ സൗഖ്യമാക്കുന്നു. ഇന്ന് നാം വചനം കേൾക്കുമ്പോൾ നമ്മിൽ തന്നെ കർത്താവ് സൗഖ്യം നൽകുകയാണ്. പ്രത്യേകമായ ഒരു രോഗശാന്തി ശുശ്രൂഷയോ രോഗികൾക്ക് വേണ്ടിയോ പ്രാർത്ഥന ഇല്ല എങ്കിലും വചനം നമ്മുടെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് കഴിയുമ്പോൾ കർത്താവ് നമുക്ക് സൗഖ്യം നൽകിയിട്ടുണ്ട്. വിശ്വസിക്കുന്നു. നാം കേൾക്കുന്ന വചനത്തിന് നമ്മെ സൗഖ്യമാക്കുവാൻ കഴിയും. ഇന്നും കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. ഇന്നും കർത്താവ് രോഗികളെ സൗഖ്യമാക്കും. കർത്താവ് സൗഖ്യമാക്കിയത് കൊണ്ടാണ് നാം ഇവിടെ ആയിരിക്കുന്നത്. നമ്മേക്കാൾ എത്രയോ ആരോഗ്യത്തോടെ ബലത്തോടെ നല്ല നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിഞ്ഞ് നല്ല മരുന്നുകളൊക്കെ കഴിച്ച് എത്രയോ ആയിരങ്ങൾ നിരക്കാത്ത സന്ദർഭങ്ങളിൽ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എത്രയോ ആയിരങ്ങൾ അതേ രോഗികളായി നമ്മുടെ ചുറ്റുമുള്ള ആശുപത്രികളിലായി സാധുക്കളായ നമുക്കിവിടെ കടന്നു വരുവാനായത് നാം സേവിക്കുന്ന ദൈവം, നാം ആരാധിക്കുന്ന ദൈവം അവൻ പാപികളെ രക്ഷിക്കുന്നവൻ മാത്രമല്ല, അവൻ രോഗികളെ സൗഖ്യമാക്കുന്ന ദൈവം. ഇന്ന് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ മാറാരോഗങ്ങൾ, പടർച്ചവ്യാധികൾ, രോഗങ്ങൾ പടർന്നുകൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടത്തിലാണ്. H1N1, ഡെങ്കിപ്പനി തുടങ്ങിയതായ രോഗങ്ങൾ, പല രോഗങ്ങൾക്കും മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടില്ല. സ്വത്രം. എന്നാൽ നാം സേവിക്കുന്ന കർത്താവിന്റെ പക്കൽ അതിനുള്ള മരുന്നുണ്ട്. ആ മരുന്ന് എന്താണെന്ന് അറിയാമോ? രോഗം വരാതെ നമ്മെ കാത്തുന്നു. രോഗം വന്നിട്ട് സൗഖ്യമാക്കുന്നവൻ മാത്രമല്ല, രോഗം വരാതെ ദൈവം നമ്മെ കാത്തുന്നു. യാക്കോബിനോടുകൂടെ മിസ്രയീമിലേക്ക് ചെന്ന ജനം, അവർ പാർത്ത ദേശത്തിന്റെ പേരാണ് ഗോശൻ ദേശം. ആ ഗോശൻ ദേശത്തെ ദൈവം അതിര് കെട്ടി സൂക്ഷിച്ചു. സെഖറിയാവിന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നു, ദൈവം അവർക്ക് തീമതിലായി. ദൈവം അവർക്ക് തീമതിലായിരുന്നു. യോബിന്റെ ഗേറ്റിനരികെ വരെ ചെന്നിട്ട് സാത്താൻ ദൈവത്തിന്റെ അടുക്കൽ ചെന്ന് പറഞ്ഞു, നീ അവന് ചുറ്റും വേലി കെട്ടി സൂക്ഷിച്ചിട്ടില്ലയോ? പ്രൈസ് ദി ലോർഡ്. യോബ് കാണാതിരുന്ന ഒരു വേലിക്കെട്ട് യോബിന് ചുറ്റുമുണ്ടായി. ഇന്ന് ദൈവത്തെ ആരാധിപ്പാൻ കടന്നു വന്ന ദൈവമക്കളെ, നാം അറിയാത്ത, നാം പണിയാത്ത, നാം കെട്ടിപ്പൊക്കാത്ത ഒരു തീമതിൽ നമുക്ക് ചുറ്റുമുണ്ട്. അതുകൊണ്ട് ഈ ദേശത്ത് വളർന്നുകൊണ്ടിരിക്കുന്ന അതെ ന്യായവിധികൾ, പകർച്ചവ്യാധികൾ, മാറാരോഗങ്ങൾ നമ്മുടെ കൂടാരത്തിൽ അടിസ്ഥാനമല്ലോ. ദൈവം നമ്മെ കാക്കുന്നു. നമ്മയോടെ കർത്താവിനെ സ്തുതിക്കും. ദൈവത്തിന്റെ ജനത്തെ കാത്തു. ഇവരെ ഘോഷത്തേക്ക് പ്രാർത്ഥിച്ചു. നാം വായിക്കുന്നത്, മിസ്രയീമ്യർക്ക് വരുത്തിയ ബാധകൾ ഒന്നും മിസ്രയീമ്യർക്ക് വരാതെ വണ്ണം
പത്രോസ് എഴുതിയിരിക്കുന്നു, ഞങ്ങൾ നിർമ്മിത കഥകളെ പ്രസംഗിക്കുന്നവരല്ല, ഞങ്ങൾ അവന്റെ മഹിമ കണ്ട സാക്ഷി. We preach after seeing the majesty of God. ദൈവത്തിന്റെ മഹത്വം ദർശിച്ചവൻ. മഞ്ഞപ്പിത്തം പിടിപെട്ട് 14 ദിവസം ഞാൻ അബോധാവസ്ഥയിൽ. എന്നെ ചികിത്സിച്ച ഡോക്ടർ പറഞ്ഞു, ആശയ്ക്ക് വകയില്ല. ഞാൻ അന്ന് വിദേശത്തായിരുന്നു. എന്റെ മൃതശരീരം ഇവിടേക്ക് കൊണ്ടുവരുവാനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു. ഈ 14 ദിവസവും ഞാൻ അബോധാവസ്ഥയിൽ ഹോസ്പിറ്റലിൽ കഴിയുമ്പോൾ എനിക്ക് വേണ്ടി അനേക ദൈവമക്കൾ ലോകമെമ്പാടും പ്രാർത്ഥിച്ചു. അവരുടെ പ്രാർത്ഥന രൂപമായി ദൈവസന്നിധിയിൽ. 14 ദിവസം കഴിഞ്ഞ് ഞാൻ എന്റെ കണ്ണ് തുറന്നപ്പോൾ എന്നെ ചികിത്സിച്ച പ്രധാന ഡോക്ടർ ഒരു ക്രിസ്ത്യാനി ഉണ്ടായി. അദ്ദേഹം പറഞ്ഞു, ദിസ് ഈസ് എ സെക്കൻഡ് ലൈഫ് ആൻഡ് എ ന്യൂ ലൈഫ്. ഇത് രണ്ടാമത്തെ ജീവിതവും പുതിയ ജീവിതവുമാണ്. ഇത് ദൈവത്താൽ സംഭവിച്ചതാണ്. മഞ്ഞപ്പിത്തം ബ്രെയിനിൽ കയറി 14 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന് രക്ഷപ്പെട്ടവരായി ഈ ഭൂമിയിൽ ഇന്നുവരെ ഞാൻ ആരെയും കണ്ടു. ഒരു മനുഷ്യനും അങ്ങനെ ജീവിച്ചു. 14 ദിവസം കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ എന്റെ ശരീരം വളരെ ശോഷിച്ച് ബലഹീനമായി. എനിക്ക് എഴുന്നേൽപ്പാൻ കഴിയാത്ത സാഹചര്യം. വീണ്ടും 91 ദിവസം ഒരു കിടക്കയിൽ. അങ്ങനെ 91 ദിവസം കഴിഞ്ഞ് ഞാനൊരു വടി കയ്യിലെടുത്ത് സാവധാനത്തിൽ ഒന്ന് നിന്ന് എന്റെ അടുത്തൊരു വെയിൻ മെഷീൻ, ആ വെയിൻ മെഷീനിൽ കയറി നിന്ന് തൂക്കി നോക്കിയപ്പോൾ എന്റെ മൊത്ത ഭാരം എന്നുള്ളത് 30 ദൈവം എന്നെ ഈ സ്ഥിതിയിലേക്ക്. അതുകൊണ്ടാണ് ഒന്നുകൂടി ഓർപ്പിക്കുന്നത്, നമ്മൾ നിർമ്മിത കഥകളെ പ്രസംഗിക്കുന്നവര് അവന്റെ മഹിമ കണ്ട സാക്ഷി. യേശുക്രിസ്തു ഇന്നും പാപികളെ രക്ഷിക്കുന്നു. യേശുക്രിസ്തു ഇന്നും രോഗികളെ സൗഖ്യമാക്കുന്നു. യേശുക്രിസ്തു ഇന്നും മരിച്ചവരെ ഉയർത്തി. നാം സേവിക്കുന്ന കർത്താവ് ഇന്നും ജീവിക്കുന്നു. മരിച്ച കല്ലറയിൽ ഒതുങ്ങിക്കിടക്കുന്ന ഒരു യേശുവിനെ അല്ല, ജീവനുള്ള യേശുവിനെയാണ്, ജീവിക്കുന്ന യേശുവിനെയാണ് ഇന്നും നാം ആരാധിക്കുന്നത്. ഏത് നേരത്തും ഏത് സമയത്തും നാം വിളിച്ചാൽ വിളി കേൾക്കുന്ന നമ്മുടെ കർത്താവ്, നമ്മുടെ സമീപത്ത് ഓടി വരുന്ന കർത്താവ്. അതുകൊണ്ടാണ് ദൈവമക്കളെ പ്രാരംഭത്തിൽ ഓർമ്മിച്ചത്, ഈ യേശുവിനെ അറിയുവാനും അനുസരിപ്പാനും അനുഗമിപ്പാനും നമുക്ക് ഭാഗ്യം ലഭിച്ചു. ഇതിനേക്കാൾ വലിയ ഭാഗ്യം ഒന്നും. കർത്താവിനെ അറിയുവാൻ ലഭിച്ച ഭാഗ്യമാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ സദ്വർത്തമാനമാണ് നാം മറ്റുള്ളവരോട് അറിയിക്കേണ്ടത്. മറ്റുള്ളവരോട് നാം അറിയിക്കണം. ഈ നിരപ്പിന്റെ ശുശ്രൂഷയാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത്. ദൈവം നമ്മെ ഈ ദേശത്ത് പാർപ്പിച്ചിരിക്കുന്നത് ദൈവത്തിന്റെ വലിയ ഉദ്ദേശം. ആ ഉദ്ദേശം നമുക്ക് നമ്മിൽ നിറവേറും. അതിനുവേണ്ടി നാം ദൈവസന്നിധിയിൽ കാത്തിരുന്ന് പ്രാർത്ഥിക്കും. ദൈവത്തിന് മഹത്വം ഉണ്ടാകണം. ദൈവത്തിന് സ്തോത്രം. നാം കേട്ടുള്ളതായ വചനം സ്തോത്രം. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 8-ാം വാക്യം, നിനക്ക് അല്പമേ ശക്തി ഉള്ളുവെങ്കിലും നീ എന്റെ വചനം ദൈവത്തിന്റെ വചനം. ഈ വചനം ലജ്ജ കൂടാതെ നമ്മുടെ കരങ്ങളിൽ എടുക്കുവാൻ, ഈ വചനത്തിന് സാക്ഷിയാകുവാനും ദൈവം നമുക്ക് ഭാഗ്യം തന്നല്ലോ. ഇംഗ്ലണ്ടിലെ ചക്രവർത്തി ജോർജ് 4-ാമൻ കാലം ചെയ്ത് അന്ന് രാത്രി അങ്ങേ മുറിയിൽ, ഇംഗ്ലണ്ടിലെ കൊട്ടാരത്തിന്റെ അങ്ങേ മുറിയിൽ ഒരു പെൺകുട്ടി ഉറങ്ങുകയാണ്. ഉദ്യോഗസ്ഥരെ ഡോറിന് മുട്ടി ഉണർത്തിയിട്ട് പറഞ്ഞു, ഈ നിമിഷം മുതൽ അങ്ങ് ഇംഗ്ലണ്ടിന്റെ രാജ്ഞിയായി. ഉടനെ അവർ മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു.
അവരുടെ പേരാണ് വിക്ടോറിയ രാജ്ഞി. കുറെ വർഷങ്ങൾ കഴിഞ്ഞ് അവർ ഇന്ത്യയിൽ വന്നു. ഇന്ത്യയിലെ ഒരു രാജാവ് അവരോട് ചോദിച്ചു, രാജ്ഞിയോട് ചോദിച്ചു, ഇംഗ്ലണ്ടിന്റെ അഭിവൃദ്ധിക്ക് എന്താ ഇത്ര വലിയ കാരണം? എന്ത് സംഭവിച്ചു? അപ്പോൾ ഉപയോഗിച്ച് പഴകിയതായ ഇതുപോലൊരു പുസ്തകം അതിൽ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു, ഇംഗ്ലണ്ടിന്റെ അഭിവൃദ്ധിക്ക് കാരണം ഈ പുസ്തകം. ഇംഗ്ലണ്ടിന്റെ ചരിത്രം വായിക്കുന്നവർക്കറിയാം, വിക്ടോറിയ രാജ്ഞി ദൈവഭക്തിയായ ഒരു രാജ്ഞിയായി. ദൈവഭക്തിയോടെ ആ രാജ്യത്തെ ഭരിച്ച ഒരു നേതാവ് ഡോക്ടർ സ്റ്റാൻലി ജോൺസ് ഈ കേരളത്തിൽ മാരാമൺ കൺവെൻഷനും ഒക്കെ പ്രസംഗിച്ച ഒരു ദൈവഭക്തൻ. അദ്ദേഹം പറഞ്ഞ വാക്ക് ഈ സമയത്ത് ഞാൻ ഓർക്കുന്നു, നിങ്ങളുടെ യൗവന കാലത്ത്, നല്ല കാലത്ത് ഈ പുസ്തകം നിങ്ങൾ ചുമന്നാൽ നിങ്ങളുടെ വാർദ്ധക്യകാലത്ത് ഈ പുസ്തകം നിങ്ങളെ ചുമന്നുകൊള്ളുന്നു. ദൈവത്തിന്റെ വചനം നമ്മെ ചുമക്കും. വാർദ്ധക്യവും നിലയുമുള്ള കാലത്തോളം ഞാൻ നിങ്ങളെ ചുമന്നുകൊള്ളും. ഉറപ്പ് ലഭിച്ചത് ഈ പുസ്തകത്തിൽ നിന്നും. നമ്മൾ നാളെ ഓർത്ത് നമ്മൾ വിചാരപ്പെടണം, നാം ആയിരിക്കുന്ന ഒരു ലോകം സ്വന്തം വാർദ്ധക്യം എങ്ങനെ ആയിരിക്കും, എങ്ങനെ സമയങ്ങൾ ചിലവിടും എന്നൊക്കെയുള്ള ചിന്താക്കുഴപ്പത്തിൽ നമ്മുടെ കേരളം മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതായ ഒരു കാലഘട്ടം. മക്കളെ പഠിപ്പിച്ചു, അവരെ വളർത്തി, അവരെ ജോലിക്കായിട്ട് അയക്കുന്നു. പ്രായമാകുന്ന മാതാപിതാക്കളെ ആര് നോക്കും, ആര് സംരക്ഷിക്കും എന്നുള്ളതൊക്കെ ഇന്ന് ഈ കേരളവും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ്. ഇതൊക്കെ നമുക്കൊന്ന് മാറ്റിവെക്കാം. നമുക്കൊരു നേരം ഈ വചനത്തിൽ നമ്മുടെ ശ്രദ്ധ കൊടുക്കാം. ഈ വചനത്തിന്റെ വാക്തത്വങ്ങളെ നമുക്ക് ഓർക്കാം. നാം ഈ പുസ്തകം ചുമക്കുന്നവരാണ്. ഈ പുസ്തകം നമ്മയും ചുമക്കും. നാം ഈ പുസ്തകം വഹിക്കുമ്പോൾ ഈ പുസ്തകം നമ്മയും വഹിക്കും. നാം ഈ പുസ്തകത്തെ ഉയർത്തുമ്പോൾ ഈ പുസ്തകം നമ്മയും ഉയർത്തും. നീതിമാൻ വീണാലും അവൻ നിലം പരിചയാകയില്ല. വാർദ്ധക്യവും നിലയുള്ള കാലത്തോളം ഞാൻ ഇതിനെ ചുമക്കും. അതുകൊണ്ട് നാളെ ഓർത്ത് വിചാരപ്പെടുന്നവർ ഇന്നിവിടെ ഈ വചനം കേൾക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക. സ്വത്രം അതെ, നാം ചുമന്നതായ ഈ വചനം നമ്മുടെ വാർദ്ധക്യകാലത്ത് നമ്മെ കൈവിടുകയില്ല, ഒരു നാൾ ഉപേക്ഷിക്കുകയില്ല. ഞാൻ നിന്നോട് കൂടെ ഉണ്ടായെന്ന് അരുളി ചെയ്ത സർവശക്തനായ കർത്താവിന്റെ സാന്നിധ്യം നമ്മോടുകൂടെ ഇന്നും എന്നും ഉണ്ടായിരിക്കും. അവൻ ഇന്നലെയും ഇന്നും എന്നേക്കും മാറാത്തവൻ. അവൻ അനന്യനാണ്. നന്ദിയോടെ കർത്താവിനെ പാടാം. വചനം കാത്തു, വചനം ഒന്നാം വാക്യത്തിലേക്ക് നമ്മൾ കുറെ തത്വങ്ങളൊക്കെ അറിയാമല്ലോ. പറഞ്ഞത് തൊട്ട് മുമ്പ് എന്റെ അടുത്ത് നിന്നവരോട് പറഞ്ഞു, ഞാൻ മരിച്ച എന്റെ മൃതശരീരം വ്യക്തിയിൽ നിങ്ങൾ കിടത്തുമ്പോൾ എന്റെ മൃതശരീരത്തിന് മീതെ ഞാൻ ഉപയോഗിച്ചതായ ഈ ബൈബിൾ കൂടി വെക്കണം. അത്രയും കാലം ആ ദൈവപുരുഷൻ ചുമന്നുകൊണ്ട് നടന്നതായ ബൈബിൾ സ്തോത്രം. ഒരു കോപ്പി മാത്രം നമ്മുടെ പക്കലിരിക്കുന്ന ബൈബിൾ, ഒരു കോപ്പികൾ മാത്രം. ഒറിജിനൽ സ്വർഗത്തിൽ 114 വായിക്കുന്നു, നിന്റെ വചനം സ്വർഗത്തിൽ. നിന്റെ ഒറിജിനൽ അവിടെ ഇരിക്കുകയാണ്. ഞാൻ കരുണാപ്പള്ളിയിൽ ഒരു ഇടവഴിയിൽ കൂടി സഞ്ചരിച്ചപ്പോൾ കണ്ടു ഈ ബൈബിളിന്റെ പല പേജുകളും അത് കീറി നുറുക്കി റോഡിൽ മനുഷ്യൻ ചവിട്ടി നടക്കുന്നത് പോലെ എതിരിയിരിക്കും. എനിക്കൊന്ന് കുനിഞ്ഞ് പെറുക്കിയെടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയിൽ അത് ചെറുതായി പോയി. സുവിശേഷത്തിന്റെ വിരോധികളായവർ ഇതുപോലെയുള്ളതായ അനവധി പ്രവൃത്തികൾ ചെയ്യും. ഇതിൽ കോപ്പി മാത്രം. ഇത് പക്ഷേ സുവിശേഷവുമായി നാം ചെല്ലുമ്പോൾ നമ്മൾ നിന്ന് ഇത് പിടിച്ചു വാങ്ങി ദൂരെ വലിച്ചെടുക്കേണ്ടി വരാം. ഒരു കോപ്പിയെ നഷ്ടമാകുന്നുള്ളൂ. ഇതിന്റെ ഒറിജിനൽ സ്വർഗത്തിൽ വചനം കാത്തു, വചനം കാത്തു. ദൈവവചനത്തിന് അനുസൃതമായ ഒരു ജീവിതം നയിപ്പാൻ ദൈവത്തിന്റെ വചനം നമ്മൾ കാണുന്ന ദീപമാണ്.
നമ്മുടെ പാതയ്ക്ക് പ്രകാശം. ഒരു സംഘടനയുടെ, ഒരു സൊസൈറ്റിയുടെ ഉപദേശമല്ല നമ്മുടെ മാർഗദർശി. നമ്മുടെ മാർഗദർശി ദൈവത്തിന്റെ വചനം. ഓരോ ദിവസവും പ്രഭാതത്തിൽ നാം എഴുന്നേറ്റ് ഈ പുസ്തകം ധ്യാനിക്കും. ഒന്നാം സങ്കീർത്തനത്തിൽ നാം വായിക്കുന്നു, ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം ഭാവിയുള്ള വഴിയിൽ പരിഹാസയുടെ ഇരിപ്പിടത്തിൽ യഹോവയുടെ ന്യായപ്രമാണത്തെ രാവും പകലും ധ്യാനിക്കുന്ന മനുഷ്യൻ, വായിക്കുകയല്ല ധ്യാനിക്കുന്ന മനുഷ്യൻ നട്ടിരിക്കുന്നതും ഇന്ന് ഇവിടെ ഓരോ ദൈവമക്കളും, ഓരോ അമ്മമാര്, കൊച്ചു സഹോദരിമാര്, പിതാക്കന്മാര് ആശ്ചര്യത്തിൽ നട്ടിരിക്കുന്ന വൃക്ഷങ്ങൾ പോലെ ഇവിടെ വന്നിരിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് അറിയാമോ? ഈ വചനം നമ്മുടെ കരങ്ങളിൽ എടുക്കുന്നവരാണ്. തക്കകാലത്ത് ഫലം കായ്ക്കുന്നവരായി, ഫലം ഉയർത്തി നിൽക്കുന്നവരായി, ആരോഗ്യത്തോടെ, ആയുഷോടെ ഇവിടെ കടന്നു വന്ന് ദൈവത്തെ ആരാധിക്കാൻ ഇടയായതിന്റെ കാരണം ഈ പുസ്തകം നമ്മുടെ കരങ്ങളിൽ എടുത്തത് കൊണ്ടാണ്. ഇത് നമ്മൾ ധ്യാനിക്കുന്നത് കൊണ്ടാണ്. ഈ പുസ്തകം ഉയർത്തുന്നത് കൊണ്ടാണ്. അഭിമാനം കൊള്ളണം. നാം അഭിമാനം കൊള്ളണം. ഈ പുസ്തകം നമ്മുടെ കരങ്ങളിൽ എടുത്തത് കൊണ്ട് നാം അഭിമാനം. നമ്മുടെ തലമുറകൾ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുക. യോഹന്നാൻ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, എന്റെ കുഞ്ഞുങ്ങൾ സത്യത്തിൽ നടക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്കില്ല. പുസ്തകത്തിന്റെ പേര് സത്യവേദ പുസ്തകം. നാം ചുമന്നാൽ നമ്മുടെ തലമുറകൾ ഈ പുസ്തകം ചുമക്കും. എന്നവർ വിശ്വസിക്കുന്നു. നാം ചുമക്കുമ്പോൾ നമ്മുടെ തലമുറകളും യഹോവയുടെ ആലയത്തിൽ വന്നു. അവൾ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചു. പ്രാർത്ഥന ദൈവം കേട്ടു. അടുത്ത ആണ്ടിൽ നീ ഒരു മകനെ അടച്ചുകൊണ്ടുവന്നു. പ്രാർത്ഥനയുടെ ഏകദേശം ഞാൻ പോയി ആരാധിക്കുന്ന ഈ പ്രാർത്ഥനാലയം, യഹോവയുടെ ആലയത്തിൽ ഞാൻ സേവിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ എനിക്കൊരു സാധ്യത ലഭിക്കും. ഇത് മാത്രമേ ഉള്ളൂ. ഈ ലോകം ഞാൻ ആരാധിക്കുന്ന ആലയത്തിൽ എനിക്ക് ശേഷം ഞാൻ ഇരുന്ന സ്ഥലത്ത് ദൈവത്തെ ആരാധിക്കുവാൻ എനിക്കൊരു സാധ്യത. ഞാൻ സേവിക്കുന്ന ദൈവത്തെ സേവിക്കുവാൻ എനിക്കൊരു സാധ്യത. ഇന്ന് ഇവിടെ ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു വന്ന എന്റെ വാത്സല്യമുള്ളവർ, നിങ്ങളുടെ കുടുംബങ്ങളെ കുറിച്ച് എനിക്ക് അറിയത്തില്ല. ദൈവം തന്ന സാധ്യതകൾ, നമ്മുടെ തലമുറകൾ നാം സേവിക്കുന്ന ദൈവത്തെ സേവിപ്പാനിടയായി. നമ്മുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് മറ്റൊരാഗ്രഹവും നമുക്ക് വേണ്ട. ഞാൻ സേവിക്കുന്ന ദൈവത്തെ, മാതാപിതാക്കൾ സേവിക്കുന്ന ദൈവത്തെ തലമുറകളും സേവിക്കണം. ദൈവത്തിന്റെ വഴികളിൽ അവർ ജീവിക്കണം. സത്യത്തിൽ അവർ ജീവിക്കണം. അവർക്ക് വേണ്ടി ഒന്നും നമ്മൾ കരുതേണ്ടുന്ന കാര്യമില്ല. നമുക്ക് വേണ്ടി കരുതിയ ദൈവം, നമ്മുടെ മാതാപിതാക്കൾക്ക് വേണ്ടി കരുതിയ ദൈവം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കരുതും. അവരെ ദൈവം വളർത്തും. അവരെ ദൈവം പഠിപ്പിക്കും. ദൈവർക്ക് വിദ്യാഭ്യാസം കൊടുക്കും. അവരെ അയക്കേണ്ട ഇടങ്ങളിലൊക്കെ ദൈവം അയക്കും. അവരെ ദൈവമുള്ള കുഞ്ഞുങ്ങളായി ദൈവം അവരെ വളർത്തേണമേ എന്ന് നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ. 20 കുഞ്ഞുങ്ങൾക്ക് മക്കൾക്ക് ജന്മം കൊടുത്ത ഒരമ്മയായിരുന്നു സൂസന്ന വെൽസ്. കേട്ടിട്ടുണ്ടോ? ഇംഗ്ലണ്ടിലുള്ളതായ മാതാ സൂസന്ന വെൽസ് എന്ന 20 മക്കൾ. അവരുടെ 2 മക്കൾ ലോക പ്രസിദ്ധരായ സുവിശേഷകരാണ്. ജോൺ വെസ്ലി, മെത്തഡിസ്റ്റ് സഭയുടെ സ്ഥാപകൻ. അമേരിക്കയിലെ പല പ്രസിഡന്റുമാരും മെത്തഡിസ്റ്റുകാർ. ജോർജ് ബുഷ്, അവരെല്ലാം മെത്തഡിസ്റ്റുകാർ. വേറൊരു സുവിശേഷ പ്രസംഗനായിരുന്നു ചാൾസ് വെസ്ലി. ഈ അമ്മ എല്ലാ ദിവസവും രാവിലെ 10 മുതൽ 11 വരെ ഇതുപോലെ ഒരു മുറി, അടയ്ക്കപ്പെട്ട ഒരു മുറിക്ക് മുട്ടുകുത്തി 20 കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ആശ്ചര്യമല്ല, ഉള്ള കാര്യമാണ് ഓർമ്മിക്കും. 20 കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുത്ത ഒരു ദിവസം ഈ അമ്മയെ കാണുവാനായി അമ്മയുടെ ഒരു സ്നേഹിതം. അപ്പോൾ ആ വീടിന്റെ വാതിൽക്കൽ മകൻ ജോൺ വെൽസ് നിൽക്കുകയാണ്. അമ്മയോട് പറഞ്ഞു, എനിക്ക് അത്യാവശ്യമായിട്ട് അമ്മ വന്ന് കണ്ടിട്ട് പോകണം, ഒരു കാര്യം പറഞ്ഞിട്ട് പോകാൻ. അപ്പോൾ മകൻ പറഞ്ഞു, അമ്മ പ്രാർത്ഥിച്ചു. വീണ്ടും പറഞ്ഞു, ഒന്ന് വിളിച്ച് എനിക്ക് അത്യാവശ്യമായിട്ട് കാര്യം പറയണമെന്ന്. അപ്പോൾ ഈ മകൻ പറഞ്ഞു, ഷീ ഈസ് വിത്ത് ദ കിങ് ഓഫ് കിങ്സ്.
and with the Lord of Lords. രാജാതി രാജാവിനോടും കർത്താതി കർത്താവിനോടും കൂടെ ഇപ്പോൾ ഇംഗ്ലണ്ടിനെ ഭരിക്കുന്ന ജോർജ് ചക്രവർത്തി 6ാമൻ വന്നാലും എന്റെ അമ്മയെ ഈ സമയത്ത് കാണാൻ പറ്റത്തില്ല. 20 മക്കൾക്ക് ജന്മം കൊടുത്ത അമ്മ എല്ലാ ദിവസവും 10 മുതൽ 11 മണി വരെയുള്ള സമയം മുട്ടുകുത്തി പ്രാർത്ഥിച്ചതിന്റെ ഫലമായി ദൈവത്തിന് സ്തോത്രം. അവരുടെ തലമുറകൾ കർത്താവിൽ പ്രസിദ്ധനാണ്. ഉടനെക്കാരനായ ശീമോൻ ഒരു നിമിഷം യേശുവിന്റെ ക്രൂശിൽ വന്നു. അവന്റെ തലമുറകൾ കർത്താവിൽ പ്രസിദ്ധനാണ്. നമ്മുടെ ഏക ആഗ്രഹം ഇതായിരിക്കട്ടെ, എന്റെ മക്കൾ കർത്താവിൽ അനുഗ്രഹിക്കപ്പെട്ടു ഒരാത്മീയരായി ജീവിക്കണം, അവർ ദൈവഭക്തരായി ജീവിക്കണം. മറ്റൊന്നും നമ്മൾ ആഗ്രഹിക്കുന്നതൊക്കെ ദൈവം അവർക്ക് നൽകിയപ്പോൾ ദൈവം നമ്മുടെ ഹൃദയം സന്തോഷിക്കട്ടെ. ദൈവവചനം കേൾക്കുമ്പോൾ ദൈവവചനത്തിൽ നാം ഉല്ലസിക്കട്ടെ, ആനന്ദിക്കട്ടെ. നമ്മുടെ സ്ഥിതിക്ക് മാറ്റം വരുന്ന ദൈവം നമ്മെ മടക്കി അയക്കട്ടെ. രണ്ടാമത് യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 27-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, പിതാവായ ദൈവത്തിന്റെ മുൻപാകെ ശുദ്ധവും നിർമ്മലവുമായ ഭക്തിയോ അനാഥരെയും വിധവമാരെയും അവരുടെ സങ്കടത്തിൽ ചെന്ന് കാണുന്നതും ലോകത്താലുള്ള കളങ്കം പറ്റാതെ തന്നെത്താൻ കാത്തുകൊള്ളുന്നതുമാണ്. രണ്ടാമത് ജീവിതം കാക്കും. ഇതവരുടെ ചേർത്ത് പറഞ്ഞാൽ ജീവിതം മറ്റാർക്കും നമ്മുടെ ജീവിതം കാക്കുവാൻ കഴിയുകയില്ല. നമുക്ക് നാമായി മാത്രമേ ജീവിതം കാക്കുവാൻ കഴിയൂ. നാം ഒരു പദം ഇതിലൂടെ അത് കേട്ട് കഴിഞ്ഞു. അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്യുന്നത് നല്ലതാകിൽ തീയതാകിൽ തക്കവണ്ണം പ്രാപിക്കാം. നമ്മുടെ ജീവിതം കർത്താവിൽ പണിതെടുത്ത് നിത്യതയ്ക്കായി നാം ഒരു എഫേസ്യ ലേഖനം 4-ാം അധ്യായം 3-ാമത്തെ വാക്യം പഠിക്കുന്നത്. ആത്മാവിന്റെ ഐക്യം. ഈ ഐക്യതയാണ് എപ്പോഴും നമുക്ക് സഭകളിൽ ആവശ്യം. ആത്മാവിന്റെ ഐക്യം. ഇത് പലപ്പോഴും നമ്മൾ പാട്ട് പാടുമ്പോൾ ആരാധിക്കുമ്പോൾ ഉള്ളതായ നമ്മുടെ ആരാധനയുടെ ഐക്യത മാത്രമല്ല, എപ്പോഴും നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിൽ ദൈവമക്കളുമായി അത് ചേർന്ന് ഐകമത്യപ്പെട്ടു. എന്താണ് കർത്താവ് ശിഷ്യന്മാരെ പഠിപ്പിച്ചത്? 2 പേർ ഈ ഭൂമിയിൽ ഐകമത്യപ്പെട്ടു. Two are united. Whatsoever you seek unto the Lord, it shall be granted unto you. 2 പേർ ഈ ഭൂമിയിൽ ഐകമത്യപ്പെട്ട് യാചിക്കുന്നതൊക്കെയും നൽകിത്തരും. ദൈവവചനത്തിന്റെ വ്യവസ്ഥ ഐകമത്യപ്പെട്ട് ഏത് സമയത്തും ദൈവത്തിന്റെ മുട്ടുകുത്തുമ്പോൾ ഓർത്തുകൊള്ളണം, ദൈവത്തിന് ഹിതകരമല്ലാത്ത എന്തെങ്കിലും. പലപ്പോഴും നമ്മൾ ഈ കത്തുമേജ് എടുക്കുമ്പോഴാണ് ഈ നിരപ്പിനെ കുറിച്ചുള്ള ഓർമ്മ. ബൈബിൾ അങ്ങനെ നമ്മൾ വായിക്കുന്നത്. കത്തുമേജ് എടുക്കുമ്പോൾ പോയി നിരപ്പ് പ്രാപിച്ചിട്ട് വന്നിട്ട് കത്തുമേജ് എടുക്കണമെന്ന് ബൈബിളിലില്ല. നമ്മളൊക്കെ സഭകളിൽ സാക്ഷ്യം പറയുന്ന ഒരു വാര്യമുണ്ട്, ദൈവത്തോടും മനുഷ്യനോടും എനിക്ക് കുറ്റമില്ലാത്ത മനസ്സാക്ഷി. അത് കത്തുമേജ് എടുക്കുമ്പോൾ മാത്രമല്ല, എപ്പോഴും വേണം. കുടുംബ പ്രാർത്ഥനയുടെ സമയത്തും വേണം. കർത്താവ് നിങ്ങൾ യാഗം കഴിക്കാൻ വരുമ്പോൾ യാഗം കഴിക്കാൻ വരുമ്പോ എന്തെങ്കിലും ഇടവച്ച ഉണ്ടെന്ന് നിങ്ങൾക്ക് ബോധ്യം വന്നാൽ അത് അവിടെ വെച്ചിട്ട്, കത്തുമേജ് അവിടെ വെച്ചിട്ടെന്നാണ് പറയുന്നത്, യാഗം അവിടെ വെച്ചിട്ട്, അത് സന്ധ്യായോഗമായിരിക്കും, സഭായോഗമായിരിക്കും, താന്ത്രിക യോഗമായിരിക്കും, ഉണർയോഗമായിരിക്കും, ഏത് യോഗമായിരിക്കും. കാരണം എന്ന് പറയുന്നത് നിരക്ക് പ്രാപിക്കാതെ, ശുദ്ധീകരണം പ്രാപിക്കാതെ ആരും ദൈവത്തെ കാണുകയും ദൈവവചനത്തിന്റെ വ്യവസ്ഥ അത് നമ്മുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ആ വചനം നമുക്ക് നൽകി തന്നിരിക്കുന്നത്. ഏത് സമയത്തും നമുക്ക് ദൈവമോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്കി നമുക്ക് ദൈവവുമായുള്ള ബന്ധമെന്ന് പറയുന്നത് ശ്വാസബന്ധം, മനുഷ്യരുമായുള്ള ബന്ധം മാംസബന്ധം. ഈ ബന്ധങ്ങൾ ഒരിക്കലും നമുക്ക് അടർത്തി മാറ്റുവാനായിട്ട് കഴിയും. ദൈവം
ഈ ഭൂമിയിലെ ധാതുക്കൾ ലവണങ്ങൾ കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കി. അതിലെന്തെങ്കിലും കുറവ് വരുമ്പോഴാണ് മനുഷ്യന് രോഗമുണ്ടാകുന്നത്. അത് ചേർത്ത് വെക്കുമ്പോഴാണ് വൈദ്യന്മാർ ചേർത്ത് വെച്ച് ചികിത്സിക്കുമ്പോഴാണ് നമുക്ക് സൗഖ്യം ലഭിക്കുന്നത്. ചുരുക്കി പറയുക, മനുഷ്യനെ ഉണ്ടാക്കി മനുഷ്യന്റെ മൂക്കിൽ മനുഷ്യ ജീവനുള്ള ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം ശ്വാസമല്ല. ആ മനുഷ്യനിൽ നിന്ന് ദൈവം വേറൊരു വ്യക്തി അടർത്തിയെടുത്തു. ആ വ്യക്തിയെ കണ്ടപ്പോൾ മനുഷ്യൻ വിളിച്ചു പറഞ്ഞു, ഇവൾ എന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥി, മാംസത്തിൽ നിന്ന് മനുഷ്യർ തമ്മിലുള്ള ബന്ധം മാംസബന്ധം, അസ്ഥിബന്ധം. ദൈവമായുള്ള ബന്ധം ശ്വാസബന്ധം. ഇത് അറിയാതെയാണ് ഇന്ന് മനുഷ്യൻ പോരിനെ വിളിക്കുന്നത്, യുദ്ധം ചെയ്യുന്നത്. അതിർത്തികളിൽ യുദ്ധം, ദേശങ്ങളിൽ യുദ്ധം, അയൽക്കാർ തമ്മിൽ പിണക്കം, കുടുംബത്തിൽ കലകം. ഇതൊക്കെ ഈ വചനത്തിന്റെ പൊരുൾ അറിയാത്തത് കൊണ്ട്. ഞാൻ വളരെ വിനീതമായി ഓർപ്പിക്കട്ടെ, ബന്ധങ്ങളാണ് ദൈവം അറിയുന്നത്. തുടക്കത്തിൽ ഞാൻ ഓർപ്പിച്ചല്ലോ, എല്ലാവരെയും സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്ന സമയം മാത്രമല്ല, എല്ലാ സമയവും, എല്ലാ മനുഷ്യരെയും, എല്ലാ ജാതികളെയും, എല്ലാ മതങ്ങളെയും. അതിന്റെ കാരണം അവരെല്ലാവരും നമ്മെ പോലെ ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിന്റെ ശത്രുവിനെ അവൻ വിശക്കുന്നുവെങ്കിൽ തിന്മ കൊടുക്കുക. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യും. നമുക്കൊന്നും ചെയ്യാൻ പോകേണ്ട കാര്യമില്ല. അത്രയും ചെയ്ത് കഴിയുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കർത്താവ് ചെയ്യും. എന്റെ ചോദ്യം ഞാൻ കണ്ടിട്ടുണ്ട്, അതൊന്നും ഇവിടെ വിശദീകരിക്കുന്നില്ല. ഇന്ന് ഈ വചനക്കേളിലൂടെ മുൻപാകെ നമ്മൾ നാളു മാറിയതുപോലെ ദൈവം നമ്മെ നല്ലവരാക്കി ഭൂമിയിലാക്കി. പക്ഷെ എവിടെയെങ്കിലും ഒരു വീഴ്ച, ഒരു കുറവ്, ഒരു പോരാളിയെ വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ വചനക്കേളിലൂടെ മുൻപാകെ ഒരു ശുദ്ധീകരണം പ്രാപിച്ച്, കരുതൽ പ്രാപിച്ച് നാം മടങ്ങി പോകുന്നുവെങ്കിൽ നാം കർത്താവിന് ധന്യരായി. നാലാമതായി പൗലോസ് തന്റെ വിൽപത്രത്തിൽ എഴുതിയിട്ടുണ്ട്. 2 തിമോഥെയോസ് 4-ാം അധ്യായം അതിന്റെ 6, 7, 8 വാക്യങ്ങളിൽ, എന്റെ നിര്യാണ കാലം അടുത്തിൽ ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു. അടുത്തത് വിശ്വാസം. ഒന്നുകൂടി നമുക്ക് കേൾക്കാം. വചനം കാത്തു, ജീവിതം കാത്തു, ഐക്യത കാത്തു, വിശ്വാസം. അവസാനം വഴിയിൽ തേച്ചു പോകേണ്ടുന്ന ഒരു ജീവിതമല്ല വിശ്വാസം. അവസാനത്തോ ഇതുകൊണ്ടാണ് വായിക്കുന്നത്, നിങ്ങൾ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ യേശുക്രിസ്തുവിന്റെ നാളോളം അതിനെ. കഴിഞ്ഞ ആഴ്ചയില് ഞാൻ സഭയിൽ ഒരു ഉദാഹരണം, വിനുവും ജിമിനും മമ്മിയൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ ഒരു ഉദാഹരണം ഞാൻ ഇവിടെ ഓർപ്പിച്ച് 20 വർഷം 1968 മെക്സിക്കോ സിറ്റിയിൽ വെച്ചായിരുന്നു അന്നത്തെ ഒളിമ്പിക്സ്. അതിലൊരു പ്രധാനപ്പെട്ട ഇനമായിരുന്നു മാരത്തോൺ. മാരത്തോൺ റേസ്. മാരത്തോൺ റേസ് എന്ന് പറയുന്നത് 42 കിലോമീറ്റർ ദൂരമാണ്. 56 പേരുണ്ടായി. എല്ലാവരും ഓടി 1, 2, 3 പ്രൈസ് ആദ്യ വ്യക്തികൾ വാങ്ങി. അവരൊക്കെ അവിടുന്ന് പിരിഞ്ഞു പോയപ്പോൾ ഒരു വ്യക്തി 56ാമത് അവിടെ എത്തി. ആ ഓട്ടത്തിൽ കുറെ കരുത്തുകളുണ്ടായി. വീഴ്ച പരിധി 56ാമത് ഓടിച്ചെന്നപ്പോഴത്തേക്ക് സമ്മാനങ്ങൾ വാങ്ങിച്ച് എല്ലാവരും പോയി, ആൾക്കാർ പോയി. അവിടെ നിന്ന് പത്രക്കാരൻ ഇദ്ദേഹത്തോട് ചോദിച്ചു, 1, 2, 3 സമ്മാനം കിട്ടി, എല്ലാവരും പോയി, പിന്നെ ഇത്ര വാങ്ങി പിടിച്ച് ഇവിടെ വരെ ഓടി വരേണ്ട കാര്യം വരെ ഉണ്ടായിരുന്നു, അവിടെ നിന്ന് പോയാൽ പോരായിരുന്നു. അവിടെ അദ്ദേഹത്തിന്റെ പേര് ജോൺ സ്റ്റീഫൻ അക്വേറിയം. അദ്ദേഹം പറഞ്ഞു, 5000 മൈൽ ദൂരത്ത് നിന്ന് ടാൻസാനിയ എന്ന രാജ്യം മെക്സിക്കോ സിറ്റിയിൽ ഈ ഒളിമ്പിക്സിന് എന്നെ അയച്ചത് ഓട്ടം തുടങ്ങി വയ്ക്കാനല്ല, ഓട്ടം പൂർത്തീകരിക്കാനല്ല. ഓട്ടം തുടങ്ങി വയ്ക്കാനല്ല, ഓട്ടം പൂർത്തീകരിക്കാൻ. ഫിലിപ്പിയർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് പറഞ്ഞിരിക്കുന്നു, നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ തുടങ്ങി വെച്ചവൻ അതിനെ പൂർത്തീകരിക്കുമെന്ന് ഞാൻ ഉറച്ചു. ആരംഭത്തേക്കാൾ നല്ലൊരവസ്ഥ വിശ്വാസ ജീവിതത്തിന്റെ നാളുകളിൽ, ആരംഭ നാളുകളിൽ നമുക്കുണ്ടായിരുന്ന തീഷ്ണതയും ഉത്സാഹവും വാഞ്ചയും സമർപ്പണവും
അതിലധികമായി ഇന്നും കാണട്ടെ, നാളെയും കാണട്ടെ. പെട്ടകത്തിന്റെ മുന്നിൽ നൃത്തം ചെയ്തതായ ദാവീദിനെ നോക്കി നീകൾ പരിഹസിക്കും. ദാവീദ് ഒരു മറുപടിയേ ഉണ്ടായിരുന്നുള്ളൂ, ഇതിലധികമായി, ഇതിലധികമായി. ഇന്ന് നീ എന്നെ നിന്ദിച്ചപ്പോൾ കണ്ടതിലധികമായി. എത്രയും നിന്നയും അവമാനവും വേദനയും ഈ മാർഗത്തിനെതിരെ കടന്നു വന്നാലും അതിന്റെ മുന്നിൽ തളർന്നു പോകരുത്, വീണു പോകരുത്. ഇതിലധികമായി ദൈവത്തെ സേവിപ്പാൻ ഉത്സാഹമുള്ളവരായി ഈ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ മുന്നേറുക. വചനം കാത്ത്, ജീവിതം കാത്ത്, ഐക്യത കാത്ത്, വിശ്വാസം കാത്ത് നമ്മുടെ യാത്ര തുടരാം. നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കപ്പെടാം. നാം ഒരുങ്ങി, അനേകരെ ഒരുക്കി ഈ പ്രയാണം തുടരുവാൻ ദൈവം നമുക്ക് കൃപ തരട്ടെ. ഇവിടെ കടന്നു വന്ന എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇതിന് നേതൃത്വം കൊടുക്കുന്ന പ്രിയ ബിനുവിനെ, കുടുംബമായി തന്നോടുള്ള എല്ലാ സഹപ്രവർത്തകരെയും, കടന്നു വന്ന ദൈവദാസന്മാരെ, ദൈവമത്തെ എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഒരു നിമിഷം നമ്മുടെ കണ്ണുകൾ